വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പിരീഡ് മുതൽ ഏതൊക്കെ സ്ത്രീകൾ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാലും അവരുടെയൊക്കെ പ്രഗ്നൻ്റ് ആകാനായിട്ടുള്ള ചാൻസസ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും കേട്ടോ. സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന അവരുടെ സ്പോമിൻ്റെ കൗണ്ടും മോട്ടിലിറ്റിയും ഒക്കെ വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കുന്ന ഒരു പവർഫുൾ ടിപ്പിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരുപാട് ആളുകൾ നമ്മുടെ ചാനൽ ഫോളോ ചെയ്തിട്ട് പ്രഗ്നന്റ് ആയിട്ടുണ്ട്. അവരുടെയൊക്കെ സക്സസ് സ്റ്റോറീസ് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ നമ്മുടെ ചാനൽ വിസിറ്റ് ചെയ്തതിന് ശേഷം കമ്മ്യൂണിറ്റി എന്ന് പറയുന്നൊരു ഓപ്ഷൻ നോക്കുക കേട്ടോ. അതിൽ ഒരുപാട് പേരുടെ സക്സസ് സ്റ്റോറീസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതിൽ നിങ്ങളുടെ സെയിം ഹെൽത്ത് കണ്ടീഷൻസ് ഉള്ള ആളുകൾ എന്തെല്ലാം ടിപ്സ് ആണ് ഫോളോ ചെയ്തതെന്ന് നിങ്ങൾ നോക്കി മനസ്സിലാക്കുക. അതിൽ ഏറ്റവും എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ താല്പര്യമുള്ള ടിപ്സ് നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഒലീവ് ഓയിലിനെ പറ്റിയിട്ടാണ്. വീഡിയോ ആരും സ്കിപ്പ് ചെയ്ത് പോകരുത് കേട്ടോ. പ്രഗ്നൻസി ആ ഒരു ചാൻസസ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ് ഒലീവ് ഓയിൽ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതെങ്ങനെ എഫക്റ്റീവായിട്ട് നമുക്ക് യൂസ് ചെയ്യാം, എങ്ങനെ പ്രഗ്നന്റ് ആകാമെന്ന് നമുക്ക് നോക്കാം. ഒലീവ് ഓയിലും ഞാനിവിടെ സംസാരിക്കുന്നത് എക്സ്ട്രാ വെർജിൻ ഒലീവ് ഓയിലിനെ പറ്റിയിട്ടാണ്. ഒലീവ് ഓയിലിന്റെ കാറ്റഗറിയിലും ഏറ്റവും കൂടുതൽ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ളതും ഫെർട്ടിലിറ്റിയും മറ്റുള്ള ഒരുപാട് ഗുണങ്ങളും ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് ഈ എക്സ്ട്രാ വെർജിൻ ഒലീവ് ഓയിൽ എന്ന് പറയുന്നത് കേട്ടോ. ഇതിൽ എന്തെല്ലാം ന്യൂട്രിയൻസ് ആണ് അടങ്ങിയിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഇതിൽ ഒരുപാട് ഗ്രേറ്റ് സോഴ്സ് ഓഫ് ആന്റി ഓക്സിഡൻസ് ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റും ഇതിൽ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. ആന്റി ഓക്സിഡൻസിന്റെ ഒരു ഗ്രേറ്റ് സോഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പവർഫുൾ ആയിട്ടുള്ള ആന്റി ഓക്സിഡൻസ് ശരീരത്തിൽ എത്തുമ്പോഴാണ് അണ്ടത്തിന്റെ ക്വാളിറ്റി ഉണ്ടാകുന്നതിനും അതുപോലെ ഓക്സിഡേറ്റീവ് സ്ട്രെസ് റിഡ്യൂസ് ചെയ്യുന്നതിനും ഒക്കെ ശരീരത്തിനെ സഹായിക്കുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ മെജോറിറ്റി ആയിട്ടുള്ള പല ഹെൽത്ത് കണ്ടീഷൻസും ക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കുന്നത് നിങ്ങളെ സഹായിക്കും കേട്ടോ. ഇനി കോമൺ ആയിട്ട് എന്തെല്ലാം ബെനിഫിറ്റുകളാണ് ഇത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതെന്ന് നോക്കാം. ബോഡിയിൽ ഇൻഫ്ലമേഷൻ ക്യൂർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. ബാഡ് കൊളസ്ട്രോൾ റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. കൊളസ്ട്രോൾ ഉള്ള ആളുകൾക്ക് ബെറ്റർ ഓപ്ഷൻ ആണെന്നാണ് ഉദ്ദേശിച്ചത്. അതുപോലെ തന്നെ നമ്മളുടെ ശരീരത്തിൽ ഹാർട്ട് ഡിസീസസ് ഉണ്ടാകുന്നത് പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും നമ്മുടെ ബ്ലഡ് പ്രഷർ റെഗുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ ഫ്യൂച്ചറിൽ നമുക്ക് ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ വരുന്നത് പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഒപ്പം ഇതിൽ ആന്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഗട്ട് ഹെൽത്ത് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ നിന്നും കുടലിൽ നിന്ന് ബാഡ് ആയിട്ടുള്ള ബാക്ടീരിയാസിനെ റിമൂവ് ചെയ്യുന്നതിനും ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഒപ്പം ഇതിൽ ആ ഒരു ബെനിഫിറ്റ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ദഹനം പ്രോപ്പറായിട്ട് നടക്കുന്നതിനും ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഒപ്പം വെയിറ്റ് ഗെയിൻ പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സപ്പോർട്ടും ഇത് നൽകുന്നു. ഒരുപാട് ആളുകൾ അണ്ടർ വെയിറ്റും ഓവർ വെയിറ്റും ഒക്കെ ആയി പോകുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. അവരുടെ വെയിറ്റ് നോർമലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇതിന്റെ റെഗുലർ യൂസ് നമുക്ക് ഭാവിയിൽ അൽഷിമേഴ്സ് പോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നത് പ്രിവെന്റ് ചെയ്യുന്നതിനും ഒപ്പം നമ്മുടെ ടൈപ്പ് 2 ഡയബറ്റീസ് ഉണ്ടാവുന്നതിന് വേണ്ടിയിട്ടുള്ള ചാൻസസ് റിഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. അതോടൊപ്പം തന്നെ നമ്മുടെ ജോയിന്റ് പെയിൻ റിഡ്യൂസ് ചെയ്യുന്നതിനും അതുപോലെ ബോൺസിന്റെ ഹെൽത്ത് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് സ്ത്രീകൾക്ക് നടുവിന്റെ ആ ഒരു അറ്റഭാഗത്തും അതുപോലെ മുട്ടിന്റെ ഭാഗത്തും ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് വേദന ഉണ്ടാവുന്നുണ്ട്. പിന്നീട് അങ്ങോട്ടേക്ക് പോകുന്നതോറും നമുക്ക് ആ ഒരു ഏജ് കൂടുന്നതിനനുസരിച്ചിട്ട് ഈ വേദനയൊക്കെ കൂടാനായിട്ട് ചാൻസ് ഉണ്ട്. അതൊക്കെ റിഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എക്സ്ട്രാ വെർജിൻ ഒലീവ് ഓയിൽ ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഒപ്പം ആൻസൈറ്റി ഡിപ്രഷൻ പോലുള്ള ബുദ്ധിമുട്ടുകൾ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നവരുണ്ടാകും. ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ച് ആലോചിച്ച് ഡിപ്രഷന്റെ മെഡിസിൻസ് എടുക്കുന്നവരൊക്കെ ഉണ്ടാകും. അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് അതൊക്കെ ഒന്ന് നോർമലൈസ് ചെയ്യുന്നതിനും ആ സിറ്റുവേഷൻ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ശരീരത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കുന്നത് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മുടെ ഫെർട്ടിലിറ്റിയുടെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് നമ്മുടെ സ്ത്രീകളിൽ നിന്ന് തന്നെ തുടങ്ങാം കേട്ടോ. ഇത് ഉപയോഗിക്കുന്നത് നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഹോർമോൺസ് ആയിട്ടുള്ള ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ എന്നിവയുടെ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. PCOD തൈറോയിഡോ അങ്ങനെയുള്ള എന്തെങ്കിലും ഹോർമോണൽ ഇംബാലൻസസ് നിങ്ങൾക്കുണ്ടെങ്കിൽ അത് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ഫെർട്ടിലിറ്റിയെ അഫക്ട് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. ഈസ്ട്രജന്റെയും പ്രൊജസ്ട്രോണിന്റെയും എന്തെങ്കിലും ഒരു നേരിയ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ തന്നെ ഒരെണ്ണത്തിന്റെ ഡൊമിനൻസ് അവിടെ ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് പലർക്കും അണ്ടം പ്രോപ്പറായിട്ട് വളരാത്തതും ലൂട്ടിയൽ ഫേസിൽ കൃത്യമായിട്ടൊരു ടൈം കിട്ടാത്തതും. അതൊക്കെ ഒന്ന് നോർമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാവുന്നതാണ് PCOD ഉള്ള ആളുകൾക്കാണെങ്കിലും ഒക്കെ കേട്ടോ. അതുപോലെ തന്നെ ആന്റി ഓക്സിഡൻസ് കൂടുതലായിട്ടുള്ളത് കൊണ്ട് തന്നെ സെല്ലിന് ഡാമേജ് ഉണ്ടാകുന്നത് പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നുണ്ട്. ടോക്സിൻസിൽ നിന്നും ശരീരത്തിനകത്ത് പ്രവേശിക്കുന്ന മറ്റുള്ള ടോക്സിൻസിൽ നിന്നും ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിൽ നിന്നും നമ്മുടെ ശരീരത്തിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ആ എഗ്ഗിനെ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സപ്പോർട്ട് ഇത് സഹായിക്കുന്നതാണ്. ഞാൻ തുടക്കത്തിലെ പോയിന്റിൽ പറഞ്ഞത് ആന്റി ഓക്സിഡൻസ് കൂടുതൽ ഉള്ളത് കൊണ്ട് നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് ആണ് കേട്ടോ.
അതുപോലെ തന്നെ ഇത് ഇൻസുലിൻ്റെ ലെവൽ കൃത്യമായിട്ട് മാനേജ് ചെയ്ത് പോകുന്നുണ്ട്. അങ്ങനെയുള്ളപ്പോൾ PCOD ഉള്ള ആളുകൾക്ക് റീപ്രൊഡക്റ്റീവ് ഹെൽത്തിന് വേണ്ടിയിട്ട് ഒരു സപ്പോർട്ട് ഇത് കൊടുക്കുന്നുണ്ട്. PCOD ഉള്ള ആളുകൾക്ക് അവർ ചെറുതായിട്ടൊന്ന് ഷുഗർ ലെവൽ കൂടുന്ന ഭക്ഷണം കഴിച്ചാലും ഒരുപാട് ഹൈക്ക് അവരുടെ ബ്ലഡിൽ കാണാനായിട്ട് സാധിക്കും കേട്ടോ. അങ്ങനെ വരുന്നവർക്കൊക്കെ ആ ഷുഗർ ലെവൽ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. നമ്മളൊരു നിസ്സാരമായിട്ടൊരു ഡയബറ്റിക് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. കാരണം നമുക്ക് പ്രഗ്നന്റ് ആകുന്ന സമയത്ത് കുഞ്ഞിന് ആ ഒരു സിറ്റുവേഷൻ പകരാനായിട്ട് ചാൻസ് ഉണ്ട്. ജസ്റ്റേഷണൽ ഡയബറ്റീസ് പോലുള്ള ബുദ്ധിമുട്ടുകൾ നമ്മൾ പ്രഗ്നന്റ് ആകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഡെലിവറി സമയം വരെ നമുക്ക് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ്. അത് കുഞ്ഞിലോട്ടും കൂടി എത്തിക്കഴിഞ്ഞാൽ കുഞ്ഞിനും ഭാവിയിൽ ഇഷ്യൂസ് ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് PCOD ഉള്ള ആളുകൾക്കും ഡയബറ്റിക് ആയിട്ടുള്ള ആളുകൾക്കും അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു എക്സ്ട്രാ വെർജിൻ ഒലീവ് ഓയിൽ ഉപയോഗിക്കുന്നത് നല്ലതാണ് കേട്ടോ. അതുപോലെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഈസ്ട്രജനെയും പ്രൊജസ്ട്രോണിന്റെയും ബാലൻസ് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ മെൻസ്ട്രേഷനും ഓവുലേഷനും ക്ലിയർ ആയിട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. ഇതിൽ മിസ്മാച്ച് വരുമ്പോഴാണ് ഓവുലേഷന് വേണ്ടിയിട്ട് കൂടുതൽ സമയം എടുക്കുകയും മെൻസ്ട്രേഷന് വേണ്ടിയിട്ട് ടൈം, അതായത് ബ്ലീഡിങ് ഒട്ടും തന്നെ ഇല്ലാതെ ചെറുതായിട്ടൊരു സ്പോട്ടിങ്ങോ വൈപ്പ് ചെയ്ത് കളയുമ്പോൾ ആ ടിഷ്യൂല് മാത്രം ഉണ്ടാകുന്ന രീതിക്ക് നമ്മുടെ പീരിയഡ്സ് ഒതുങ്ങി പോകുന്നത് കേട്ടോ. അതൊക്കെ ഒന്ന് റെഗുലറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഒപ്പം ഇതിൽ വിറ്റമിൻ ഇയുടെ കണ്ടന്റ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ യൂട്രസിന്റെ ലൈനിങ് തിക്കാക്കി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. എൻഡോമെട്രിയൽ ലൈനിങ്ങിന്റെ തിക്നെസ്സിൽ കുറവ് സംഭവിച്ചു കഴിഞ്ഞാൽ ബീജത്തിനോ അണ്ടത്തിനോ എത്രത്തോളം ക്വാളിറ്റി ഉണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് പ്രഗ്നൻസി കിട്ടില്ല. അതിൽ പിടിച്ചിട്ടാണ് കുഞ്ഞു വളർന്നു തുടങ്ങുന്നത്. നമ്മൾ പിടിച്ച വസ്തുവിന് വിലയില്ല എങ്കിൽ അത് ഷെഡായി പോയി കഴിഞ്ഞാൽ ഒപ്പം നമ്മളും താഴേക്ക് പോകുന്നത് പോലെ തന്നെയാണ് ഈ കുഞ്ഞിന്റെ സിറ്റുവേഷനിൽ വരുന്നത്. ഫോർട്ടിലൈസ്ഡ് ആയിട്ടുള്ള എംബ്രിയോയ്ക്ക് നല്ല ക്വാളിറ്റി ഉണ്ടെങ്കിലും എൻഡോമെട്രിയൽ ലൈനിങ് തിന്നായിട്ട് ഷെഡ് ആവുന്നുണ്ടെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് പ്രഗ്നൻസി നഷ്ടമായി കെമിക്കൽ പ്രഗ്നൻസി ഒക്കെ ആയിട്ട് പോകും കേട്ടോ. അങ്ങനെയുള്ള സിറ്റുവേഷൻസ് പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാവുന്നതാണ്. വിറ്റമിൻ ഇ അതിന് വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ. ഒപ്പം ഇതിൽ omega-3യുടെ കണ്ടന്റും കൂടി അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ യൂട്രസിലോട്ടുള്ള ബ്ലഡ് ഫ്ലോ ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ഒരുപാട് ആളുകൾക്ക് ആ ഒരു ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് ഡോക്ടേഴ്സ് മെഡിസിൻ കൊടുക്കുന്നുണ്ട്. നമ്മൾ മെഡിസിൻ എടുക്കുന്നത് കൊണ്ട് യാതൊരു തരത്തിലുള്ള തെറ്റുമില്ല. മെഡിസിൻസിനോടൊപ്പം ഇതുപോലുള്ള ഹോം റെമഡീസും കൂടി നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ആ ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ പ്രോപ്പർ ആയിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. നമുക്കറിയാം, നമ്മുടെ കുഞ്ഞ് ഗർഭാശയശിശുവായിട്ട് വയറ്റിൽ കിടക്കുമ്പോഴേക്കും കുഞ്ഞിലോട്ടുള്ള ന്യൂട്രിയൻസ് നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ രക്തത്തിൽ കൂടിയാണ് കുഞ്ഞിലോട്ട് കിട്ടുന്നത്. അത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളുടെ ബെനിഫിറ്റ് കുഞ്ഞിലോട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ പോലും അറിയാതെ കുഞ്ഞ് നമ്മുടെ വയറിനകത്ത് വെച്ച് നശിച്ചു പോകും. ആ സിറ്റുവേഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാനായിട്ട് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ അതെല്ലാം നിങ്ങൾ ഫോളോ ചെയ്യാം കേട്ടോ. ഇതുപോലുള്ള ഫുഡ് ഐറ്റംസ് കഴിക്കുന്നതും ഫെർട്ടിലിറ്റി ബൂസ്റ്റിംഗ് ആയിട്ടുള്ള എക്സസൈസുകൾ ചെയ്യുന്നതും ഒക്കെ നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുന്നത് പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മളിത് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ഇംപ്ലാന്റേഷൻ സക്സസ്ഫുൾ ആയി കുഞ്ഞിന്റെ ഗ്രോത്ത് ഉണ്ടായി തുടങ്ങി കഴിയുമ്പോൾ നമ്മുടെ കുഞ്ഞിന്റെ ബ്രെയിൻ ഡെവലപ്മെന്റും അതുപോലെ ആ ഒരു നാഡീവ്യൂഹത്തിന്റെ ഒക്കെ പ്രവർത്തനമൊക്കെ കൃത്യമായിട്ട് ഡെവലപ്മെന്റ് നടക്കുന്നതിനും ഒക്കെ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കുന്നത് നിങ്ങളെ സഹായിക്കുന്നുണ്ട്. ബ്രെയിൻ ഡെവലപ്മെന്റ് ഇത് സഹായിക്കുന്നുവെന്ന് പഠനങ്ങളിൽ തെളിയിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇതിൽ വിറ്റമിൻ കെയുടെ കണ്ടന്റ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ബ്ലഡ് ക്ലോട്ട് ആവുന്നത് ഇത് പ്രിവെന്റ് ചെയ്യുന്നു. ബ്ലഡിന് ക്ലോട്ട് ഉണ്ടാവുന്ന സമയത്താണ് ആ ബ്ലഡ് ഫ്ലോനെ അത് എഫക്ട് ചെയ്യുന്നത് കേട്ടോ. ആ ഒരു സിറ്റുവേഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വിറ്റമിൻ കെയുടെ കണ്ടന്റ് നിങ്ങളെ സഹായിക്കണം. ഒപ്പം പ്രഗ്നന്റ് ആകുന്ന സമയത്ത് പലർക്കും ഉണ്ടാകുന്ന, കുഞ്ഞ് വലുതാവുന്ന സമയത്ത് പലർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഈ സ്ട്രെച്ച് മാർക്സ് വരിക എന്ന് പറയുന്നത്. അതൊന്ന് ക്യൂർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ എക്സ്ട്രാ വെർജിൻ ഒലീവ് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ ഭക്ഷണത്തിൽ കഴിക്കുകയോ ഒക്കെ ചെയ്യുന്നത് നിങ്ങളെ സഹായിക്കുന്നുണ്ട് കേട്ടോ. ഈ സ്ട്രെച്ച് മാർക്സ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയറിൽ അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് മസാജ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഫെർട്ടിലിറ്റിയിൽ സ്ത്രീകൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഇനി പുരുഷന്മാർക്ക് ഇതിൽ ഞാൻ തുടക്കത്തിലേ പറഞ്ഞ ആന്റി ഓക്സിഡൻസിന്റെ ഗുഡ് സോഴ്സ് ആയതുകൊണ്ട് തന്നെ സ്പേമിന് ഡാമേജ്, DNA ഡാമേജ് ഉണ്ടാകുന്നതിൽ നിന്ന് ഇത് പ്രൊട്ടക്ട് ചെയ്യുന്നു. DNA ഡാമേജ് ഉണ്ടായി പോകുമ്പോഴാണ് കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോഴേക്കും അല്ലെങ്കിൽ വയറിനകത്ത് വെച്ചിട്ട് സ്കാൻ ചെയ്യുമ്പോഴോ കുഞ്ഞിന്റെ അബ്നോർമാലിറ്റീസ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അത് എഗ്ഗിനുണ്ടായാലും സ്പേമിനുണ്ടായാലും ഒരു പ്രശ്നം അവിടെ ഉണ്ടാകും. ഈ ആന്റി ഓക്സിഡൻസ് അവിടെ നല്ലതുപോലെ ഉള്ളത് കൊണ്ട് തന്നെ എഗ്ഗിനെയും ഒരു സ്പേമിനെ DNA ഡാമേജിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ സ്പേമിന്റെ മോർഫോളജി, അതായത് അതിന്റെ ഹെഡ്, ബോഡി, ടെയില്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ആ ഒരു ടെയില് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ സ്പേം, അതിന്റെ ആ ഒരു സ്ട്രക്ചറൊക്കെ കൃത്യമായിട്ട് തന്നെ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. സ്ട്രക്ചറിൽ വ്യത്യാസം ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് അവിടെ ഇംപ്ലാന്റേഷൻ ആകാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും. ഇംപ്ലാന്റേഷൻ ആയി കഴിഞ്ഞാലും കുഞ്ഞിന് അബ്നോർമാലിറ്റീസ് ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടും അതെല്ലാം കാരണമാവുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ റെക്കറന്റ് ആയിട്ട് മിസ്കാരേജ് ഹിസ്റ്ററീസ് വന്നിട്ടുള്ള ആളുകൾ, കെമിക്കൽ പ്രഗ്നൻസി ഉണ്ടായി പോകുന്ന ആളുകൾ, അതോടൊപ്പം 6 മാസത്തിൽ കൂടുതൽ ട്രീറ്റ്മെന്റുകൾ എടുത്തിട്ടും പ്രഗ്നൻസി പോസിറ്റീവ് ആകാത്ത ആളുകൾക്കൊക്കെ ഇത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ.
ഇനി ഈ എക്സ്ട്രാ വെർജിൻ ഒലീവ് ഓയിൽ നമ്മൾ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കാം കേട്ടോ. സാലഡ്സിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കഴിക്കാവുന്നതാണ്. അതുപോലെ ഫുഡിൽ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഫുഡിൽ 1 ടീസ്പൂൺ നിങ്ങൾ ഒഴിച്ചിട്ട് അതോടുകൂടി ചേർത്തിട്ട് നിങ്ങൾ കഴിക്കാവുന്നതാണ്. അതുപോലെ തന്നെ 1 സ്പൂൺ വേണമെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി ഉപയോഗിക്കാവുന്നതാണ്. വെറും വയറ്റിലല്ല കേട്ടോ, ഡെയിലി നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ് 1 സ്പൂൺ. അതുപോലെ തന്നെ നിങ്ങൾ ബോഡിയിൽ ഇത് മസാജ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ വയറിന്റെ ഭാഗത്ത് ഇപ്പോൾ കാസ്റ്റർ ഓയിൽ പാക്ക് ഉപയോഗിച്ചിട്ട് മസാജ് ചെയ്യുന്നവർക്കൊക്കെ അതുപോലെ തന്നെ ഈ എക്സ്ട്രാ വെർജിൻ ഒലീവ് ഓയിൽ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് മസാജ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി ഇത് എവിടെ നിന്ന് നമുക്ക് അവൈലബിൾ ആണെന്ന് നോക്കാം. ഒരുപാട് മാർക്കറ്റ്സിൽ നിന്ന് സാധാ നോർമൽ ഒലീവ് ഓയിൽ നമുക്ക് കിട്ടും. പക്ഷെ അത് ഉപയോഗിച്ചിട്ട് കാര്യമില്ല. എക്സ്ട്രാ വെർജിൻ ഒലീവ് ഓയിൽ തന്നെ നിങ്ങൾ മേടിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതിപ്പോൾ ഫ്ലിപ്കാർട്ടിലുണ്ട്. അതുപോലെ ഫ്ലിപ്കാർട്ടിലെ ഗ്രോസറി ആപ്പിൽ ഞാൻ കണ്ടായിരുന്നു. ഞാൻ ഇവിടെ പിൻ ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളും ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അത്യാവശ്യം റേറ്റ് കുറവായിട്ടുള്ള ഒരു ഐറ്റമാണ് ഞാൻ കണ്ടത്. അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങളത് മേടിക്കുക. അതല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നോ അല്ലെങ്കിൽ റേറ്റ് കമ്പയർ ചെയ്തിട്ട് വേറെ എവിടെന്നെങ്കിലും നിങ്ങൾ മേടിക്കുക. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെ നിങ്ങൾ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്നിരുന്നാൽ മാത്രമേ നമുക്ക് ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് അത് സഹായിക്കുള്ളൂ കേട്ടോ. സാലഡ്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അതിനൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഇതും കൂടെ ആഡ് ചെയ്തിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഭാര്യയും ഭർത്താവും ദിവസം 1 ടീസ്പൂൺ, അതിൽ കൂടുതൽ നിങ്ങൾ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. പീരിയഡ്സിന്റെ സമയത്തോ ഓവുലേഷൻ നടക്കുന്ന സമയത്തോ ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്തോ നിങ്ങൾക്കിത് ഉപയോഗിക്കാവുന്നതാണ്. യാതൊരു തരത്തിലുള്ള സൈഡ് എഫക്ട്സും ഉണ്ടാവില്ല. പ്രോപ്പറായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ 1 ടീസ്പൂണിൽ കൂടുതൽ ഒരു ദിവസം നിങ്ങൾ ഉപയോഗിക്കേണ്ട ആവശ്യം ഇല്ല കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമന്റ്സ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.